ഡിവേഴ്സിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു സംഭവമാണ്, നിൻ്റെ തെറ്റുകൊണ്ടാണ് ആ ഡിവേഴ്സ് അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ നീ അഡ്ജസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു ലൈഫ് സെപ്പറേറ്റ് ആയി പോയി എന്നുള്ളത്. പലപ്പോഴും ഇത്തരം നോംസ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒരു സ്ത്രീ കേൾക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും. അതായത് നമ്മുടെ പാരൻസ് പലപ്പോഴും മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത് നാട്ടിലുള്ള ആൾക്കാരുടെ മുമ്പിൽ അഭിമാനം കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അതല്ലാതെ അവരുടെ മക്കളെ ഹാപ്പി ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമായിരിക്കില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയെ കണ്ട സമയത്ത് ആ കുട്ടിയോട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ ആദ്യത്തെ മാരേജ് ഫെയിലായിപ്പോയി, രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ വീട്ടിലുള്ള ആൾക്കാർ പറയുന്നത് പ്രായമായ ഒരാളാണെങ്കിൽ കുഴപ്പമില്ല, ഈ നാട്ടിലുള്ള ആൾക്കാരെ ഹാപ്പി ആക്കാനെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളെ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ തരം താഴ്ത്താതിരിക്കാനെങ്കിലും പ്രായമുള്ള ആളെങ്കിലും നീ വിവാഹം കഴിക്കുമെന്നുള്ളത്. പല ഫാമിലിയിലും ഈ ഒരു സാഹചര്യം ഈ മകൾക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മറ്റുള്ള ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളത് ഈ ഒരു കാര്യത്തിലൂടെ പല സ്ത്രീകളും ബോധ്യപ്പെട്ടിട്ടുള്ളവരായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ധൈര്യമായി ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി അല്ലാത്ത ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്.